ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിന് മുഖത്തേക്ക് സീനിയർ ആണെങ്കിൽ ഇങ്ങനെ സിഗരറ്റ് കഞ്ചാവൊക്കെ വലിച്ചൂതി വിട്ടു. ആ കാര്യം ഇങ്ങനെ അറിയാതെ തന്നെ മാഷ് വിക്രമിനോട് പിണങ്ങിയും പരിഭവിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കമലാമ്മയോട് വിക്രം എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് കാണിക്കുന്നത് വിക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമലാമ്മയുടെ മനസ്സിൽ കിടക്കുകയാണല്ലോ. അങ്ങനെ മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, മാഷെ ഒരിക്കലും അവനത് വലിച്ചതല്ല, അവൻ്റെ കൂട്ടുകാരാരെങ്കിലും വലിച്ചപ്പോൾ അവന് സ്മെല്ല് വന്നതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, ഒരാളുടെ മേൽ ഇത്രയും സിഗരറ്റ് സ്മെല്ല് വന്നിട്ട് അവൻ വലിച്ചില്ല എന്നുള്ള കാര്യം നീ പറയുന്ന സമയത്ത് ഞാനത് വിശ്വസിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നിനക്ക് ഈ പ്രായത്തിലുള്ള പിള്ളേരായിട്ട് എത്ര കാലത്തെ പരിചയമുണ്ട്? ഇടപഴകിയിട്ട് എത്ര നാളത്തെ പരിചയമാണ് നിനക്കുള്ളത്? എനിക്ക് ഇന്ന് ഇവൻ മാത്രമല്ല 35 വർഷത്തെ സർവീസാണുള്ളത്. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ളത് ഈ 35 വർഷവും ഞാൻ പലതരത്തിലുള്ള കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നോടാണോ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നതെന്നിങ്ങനെ മാഷി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുകയും പിന്നീട് അങ്ങനെയുള്ള ഒരുത്തൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നിങ്ങനെ മാഷിനോട് കമലാമ്മ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നീ അവൻ്റെ അമ്മ ആയതുകൊണ്ട് നിനക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ കാണണം, എന്ത് കാര്യങ്ങൾ കാണണ്ട എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. തെറ്റ് ചെയ്ത ഉടനെ തന്നെ അതിന് ശിക്ഷ കൊടുക്കണം. ഒരു വിഷച്ചെടി കണ്ടിട്ടില്ലേ, അത് വളർന്നു തുടങ്ങുമ്പോഴേ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അത് വളർന്നു വലിയ മരമായി കഴിഞ്ഞാലേ വെട്ടാൻ വേണ്ടിയിട്ട് എന്ത് കഷ്ടമായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ലേ എന്നിങ്ങനെ ഉദാഹരണ സഹിതം മാഷ് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ കമലാമ്മ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അതെ അവനെ ഞാൻ ഇപ്പോൾ അവൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ തന്നെ നിർത്തണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞതെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ പറയാനായിട്ട് വാ തുറന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും വിക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമലയുടെ മനസ്സിലേക്ക് വരികയാണ്. അമ്മ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് പറയരുത്, അതെൻ്റെ പഠിപ്പിനെ ബാധിക്കുമെന്നൊക്കെ ഇങ്ങനെ വിക്രം പറഞ്ഞ കാര്യമൊക്കെ കമലാമ്മ ഇങ്ങനെ ഓർത്തിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മാഷാണെന്നുണ്ടെങ്കിൽ നിനക്കിതിന് മറുപടി പറയാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ അല്ലേ? ഇത് നോക്ക് കമലേ, നീ എന്ത് വിഷയത്തിൽ വേണമെങ്കിലും അവനെ ലാളിച്ചോ കൊഞ്ചിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ ഈ വിഷയത്തിൽ മാത്രം ഞാൻ അതിന് അനുവദിക്കില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ എൻ്റെ മനോഭാവം ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ നീ പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്ന് പറയുമ്പോഴേക്കും ഞാൻ അതല്ല മാഷെ പറയാൻ വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്നും പറയണ്ട, ഇവൻ തെറ്റ് ചെയ്തത് കൊണ്ട് ഞാനവനെ ശിക്ഷിക്കുന്നു, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ മാഷ് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയാണ്, ഞാൻ ഓൾറെഡി അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ വീണ്ടും പറഞ്ഞ് എന്നെ മനസ്സിലാക്കിക്കേണ്ട കാര്യമില്ല. അവനിത് ഫൈനൽ ഇയർ ആണ്. ഫൈനൽ ഇയർ ആയതോട് കൂടിയിട്ട് അവനായിരിക്കും കോളേജിലെ സീനിയർ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പല ചിന്തകളും മനസ്സിൽ നോക്കാം, തൊട്ടു നോക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആരംഭത്തിൽ തന്നെ ഇത് നിർത്തിവെക്കണം. നിർത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ദേഷ്യത്തോടു കൂടി ഉള്ള മുഖത്തോടു കൂടി മാത്രമേ അവൻ്റെ മുന്നിൽ നിൽക്കുകയുള്ളൂ. അത് നീ മനസ്സിലാക്കണം. അവൻ്റെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കും. ഈ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ അവനൊരിക്കലും നന്നാവുകയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നോട് വേറെ ആരെ കൊണ്ടും ഒന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല. നീ അവിടെ നിന്ന് എന്നെ കൂടുതൽ ഉപദേശിക്കാനും വരണ്ട എന്നിങ്ങനെ മാഷ് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ വിക്രമിന് എക്സാം ആണല്ലോ. എക്സാമിന് പോകാനായിട്ട് എല്ലാവരും സ്നേഹത്തോട് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്. ശ്രീജയാണ് പേനയൊക്കെ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അമ്മ നെറുകിൽ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിശ്വനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്രമിന് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് നമ്മുടെ സുധാകര മാഷ് ഏത് ഭാഗത്താണെന്നുള്ള കാര്യം പോലും നോക്കുന്നില്ല. അച്ഛ, ഞാൻ എക്സാമിന് വേണ്ടി പോവുകയാണ്, അച്ഛനെന്നെ അനുഗ്രഹിക്കണം എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വിക്രം അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും സുധാകര മാഷ് ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
വിക്രം പറയുന്നതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നിൽക്കുകയാണ്. വിക്രമിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് വിക്രം അന്ന് വീട്ടിൽ നിന്ന് എക്സാമിനായിട്ട് പോകുന്നത്. എന്നും സ്ഥിരമായിട്ട് അച്ഛനാണല്ലോ എക്സാമിന് തന്നെ കൊണ്ടുവിടുന്നത്. പക്ഷെ അച്ഛനൊന്നും മിണ്ടാൻ പോലും തയ്യാറാകാതിരുന്ന സമയത്ത് വിക്രമിനത് മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം കോളേജിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു പെൺകുട്ടിയെ വിളിക്കുകയാണ്. നമ്മുടെ വിജയ്, ആ മയക്കുമരുന്നിൻ്റെ ആളുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ നീ ഏതൊക്കെയോ ഒരുത്തൻ്റെ കൂടെ പോകുന്നത് കണ്ടായിരുന്നല്ലോ, അവൻ്റെ കൂടെ മാത്രമേ നീ പോവുകയുള്ളൂ അതോ ഞങ്ങളുടെ കൂടെയൊക്കെ വരുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് വെറുതെ ആ പെൺകുട്ടിയുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണോ ഓരോന്നൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇയാൾ മനഃപൂർവ്വം ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ടിങ്ങനെ അയാളാണെങ്കിൽ ആ പെൺകുട്ടീനെ ഇങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവളെ ബലമായി പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇത് കണ്ടിട്ട് നമ്മുടെ വിക്രമിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടീനെയാണല്ലോ ആ വിജയ് ആക്രമിക്കാൻ പോകുന്നത്. അപ്പോഴേക്ക് ഇത് കണ്ടിട്ട് വിക്രം എങ്ങനെയാ മിണ്ടാതെ പോകുന്നതെന്ന് കരുതിയിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കൈ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. നീ അത്രയ്ക്കാടോ, നീ എന്നെ തടയാൻ മാത്രം ആയോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ആ വിജയ് അങ്ങോട്ടേക്ക് വിക്രമിനെ അടിക്കുകയാണ് കേട്ടോ. വേണ്ട, അത് മാത്രം ചെയ്യണ്ട, പാവം പെൺകുട്ടിയാണ്, അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ വിലകേടൊന്നും അവളുടെ അടുത്ത് കാണിക്കരുത്, അവളെ വിടണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചുന്നുണ്ട് വിക്രം. ആ സമയത്തൊക്കെ അയാൾ നീ അതിനു മാത്രം ആയോടാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം താഴെ അടികൊണ്ടിങ്ങനെ വീണ് കിടക്കുകയാണ്. അങ്ങനെ വിജയ് ആണെങ്കിൽ ആ പെൺകുട്ടിയെ വീണ്ടും കടന്നാക്രമിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ആഞ്ഞു വന്ന് അവനിട്ട് ഒറ്റ ചവിട്ടുന്നുണ്ട്. അങ്ങനെ ആ വിജയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വിക്രമിനെ ഇങ്ങനെ തല്ലുകയാണ് കേട്ടോ. സഹി കെട്ടിട്ട് വിക്രം തിരിച്ചും തല്ലുന്നുണ്ട്. അങ്ങനെ വിക്രം നന്നായിട്ട് എല്ലാവരെയും എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിജയും കൂട്ടരും ഇങ്ങനെ ഗ്രൗണ്ടിൽ അടികൊണ്ട് അവശ നിലയിൽ കിടക്കുകയാണ്. എന്നിട്ട് വിക്രം അവരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. നോക്ക്, നീ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്. ഒരിക്കലും ഒരു പെൺകുട്ടികളെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നവും കാണില്ല, ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രം ആ പെൺകുട്ടിയെയും കൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതിന് ശേഷമായിട്ട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീടാണ്. ഇങ്ങനെ വിനായകന് ആദ്യമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ബ്രോക്കർ പൈസയായിട്ട് കമ്മീഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ആദ്യമായിട്ട് നിനക്ക് കിട്ടിയ പണമല്ലേ, അത് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വിഷു. എന്നിട്ട് അത് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമല പറയുന്നു, നായകനാണെങ്കിൽ ഒരു നല്ല കല്യാണാലോചന വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വിനയൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഇവ ഞെത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ഇന്ന് വിജയെ അടിച്ചല്ലോ, ആ രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുണ്ട്. അങ്ങനെ വിശ്വ ഇത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിശ്വം കൊണ്ടിട്ട് മാഷിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വിക്രമല്ലേ, എന്താ ഇത് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വീഡിയോ കാണുകയാണ്. അപ്പോഴേക്കും ഇത് ചെന്നിട്ട് കമലാമ്മയും കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ അവൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം, നീ നിന്റെ മകനെ വലിയ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലോ. എന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ കമലാമ്മയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കമലെ, നീ അവന് രാവിലെ വക്കാലത്ത് പറയാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നോ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ തുടങ്ങി വെച്ച കാര്യം അവസാനിക്കാൻ വേണ്ടി ഇതല്ല ഇതിലപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. എന്തോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിങ്ങനെ കമലാമ്മ പറയുന്ന സമയത്ത് ഇതാ നിന്റെ മോൻ്റെ മുഖം, കറക്റ്റ് മുഖം ഇപ്പോഴാ തെളിഞ്ഞു വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോ കള്ളമാണെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടിട്ട് അവനെ അവിശ്വസിക്കല്ലേ. എന്നിട്ട് മാഷ് പറയുകയാണ്, ഇങ്ങനെയടി ബോധമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ തുടങ്ങും, പിന്നെ രണ്ടാം ഘട്ടം അടിയും ഇടിയും ഒക്കെയാ, പിന്നെ ഇത് ചെയ്യുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, ഇപ്പൊ കണ്ടില്ലേ ഇതെന്താ ചെയ്തതെന്ന്, അതും ആരാ ചെയ്യുന്നത്,
ഡിസ്ട്രിക്ട് ലെവലിൽ കോളേജിൽ ഡിസ്ട്രിക്ട് ലെവലിലും കോളേജിലും ഒക്കെ ടോപ്പറായിട്ടുള്ള സുധാകരൻ മാഷിൻ്റെ മകൻ ഇപ്പോൾ അടിയിലും വെടിയിലും ഒക്കെ ഇത് ഭയങ്കര അഭിമാനത്തോടു കൂടി എഴുതിയിട്ട് ബോർഡിൽ എഴുതി ഒട്ടിച്ചാലേ എന്നൊക്കെ ഇങ്ങനെ കമലയുടെ നേരെ വരികയാണ് കേട്ടോ സുധാകരൻ മാഷ്. ഇങ്ങനെയൊന്നും നമ്മുടെ ചെയ്യുന്ന മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അറിയില്ലേ മാഷ് എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കമല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ എൻ്റെ മാനവും മര്യാദയും എല്ലാം പോയി, കോളേജിൽ അടിപിടി തുടങ്ങിക്കഴിഞ്ഞു, ഇനി പുറത്ത് എന്തൊക്കെയാണോ പറയാൻ വേണ്ടി പോകുന്നത്, ഇനി അവൻ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത്, എന്തായാലും എനിക്കിനി ഇന്നൊരു തീരുമാനം അറിയണം എന്ന് ഇങ്ങനെ മാഷ് പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും കൂട്ടുകാരെയാണ് കേട്ടോ. അവർ കോളേജിൽ ഇങ്ങനെ പറയുകയാണ്, എടാ നീ എന്നാലും ആ വിജയിയെ അടിക്കേണ്ടിയിരുന്നില്ല, ഇനി എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അവന് നീ ഒരുപക്ഷെ ഇപ്പോൾ അത്രയും പേരെ ഇടിച്ചിട്ടിരിക്കാം, എന്നാൽ അവൻ്റെ ആൾബലവും നമ്മുടെ പിടിപാടും ഒന്നും നിനക്കറിയില്ലേ, അവന് നല്ല പുറത്ത് പിടിപാടാണ്, നീ ഇനി ഈ കോളേജ് വിട്ടുപോയാലും അവൻ നിന്നെ പിന്തുടരും, എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരിങ്ങനെ വിക്രമിനോട് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് അവിടെ കാണുന്നുണ്ട്. മാഷ് അവിടെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ സംസാരം അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വരുന്ന കണ്ടിട്ട് അവർ ആ സംസാരം നിർത്തുകയാണ്. അങ്ങനെ മാഷ് ആ അടിയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവനാണ് എന്നെ ആദ്യം അടിച്ചെന്നുള്ള കാര്യം പറയുകയാണ്. നീ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡർ ആണ്, നീ IAS പഠിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ പഠിക്കുന്നതിനിടയിൽ ഇങ്ങനത്തെ ഒരുപാട് ഡിസ്റ്റർബൻസ് വരും. പക്ഷേ ഒരു കേസ് ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും IAS ഓഫീസർ ആവാൻ പറ്റില്ല, അതിനെക്കുറിച്ച് നിനക്ക് തന്നെ അറിയില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അറിയാമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് പോലെ ഇതെല്ലാം ഏറ്റെടുത്ത് വെച്ചേക്കണം, എല്ലാം മാറ്റിവെച്ച് നീ പഠിക്കണമെന്ന് ഉപദേശിച്ചിട്ട് വിക്രമിൻ്റെ സാറ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുധാകരൻ മാഷ് വിക്രം വരുന്നത് നോക്കി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. വിക്രം വന്നിട്ട് ഇങ്ങനെ റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് മുമ്പായിട്ട് തന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിവിടെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലേ, ഇവൻ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതാണോ അതോ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണോ? ഷർട്ടൊക്കെ കണ്ടിട്ട് റൗഡി തരത്തിന് പോയതുപോലെ ഉണ്ടല്ലോ. കോളേജിൽ നിന്ന് അതിനു മുമ്പ് അച്ഛന് ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതെ വലിയ ഇൻഫർമേഷനാണ് കിട്ടിയത്, നീ വലിയ കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്, ഓടി വന്ന് പറയാൻ വേണ്ടി നീ ചെയ്ത ഗുണ്ടായിസം സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പോരാത്തതിനാണോ എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ വെറുതെ ഓരോന്നും പറയരുത്, ഞാൻ പറയുന്നതൊന്ന് സമാധാനമായിട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നീ പറഞ്ഞത് മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിക്രമിനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുള്ളതാ, നീ തന്നെ വലിയ ഉദാഹരണമായിട്ട് കൺമുമ്പിൽ നിൽക്കുമല്ലേ, ബോധമില്ലാതെ ഓരോന്ന് ചെയ്യരുതെന്ന കാര്യം പറയുമ്പോഴേക്കും അച്ഛാ ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്ക്, ഞാൻ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നിങ്ങനെ വിക്രം കാലു പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ. മിണ്ടാതിരിയടാ, നീ ഇനി കള്ളം മേലി പറയരുത്, എനിക്കിഷ്ടമല്ല അച്ഛാ, ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ഇങ്ങനെ വിക്രം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴേക്കും സുധാകരൻ മാഷ് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് ആരാണ്, ഇതിലും നീ തർക്കിക്കാൻ വരികയാണോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അച്ഛ അത് ഞാനാണ്, പക്ഷെ ദയവ് ചെയ്തിട്ട് എന്താ സംഭവിച്ചതെന്ന് എന്ന് കേൾക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞാണ് നിന്റെ കൂട്ടുകാരോടുള്ള കൂടെയുള്ളവരുടെ സഹവാസം അവസാനിപ്പിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകരുതെന്ന്. നീ അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ വീണ്ടും വീണ്ടും ഇതിലേക്ക് പോയില്ലേ എന്ന കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പക്ഷേ വിക്രം ഇങ്ങനെ ഓരോന്നും പറയാൻ വരുന്നുണ്ടെങ്കിലും വിക്രമിനെ ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ മാഷ് സമ്മതിക്കുന്നുണ്ടാവട്ടില്ല കേട്ടോ. നീ ഈ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ തല കുനിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.
അങ്ങനെ മാഷ് വിക്രമിനെ അങ്ങനെ അങ്ങ് മുദ്ര കുത്തുകയാണ്. നീ കഞ്ചാവും കള്ളും ഒക്കെ കാണും, നീ അടിപിടിയും ഗുണ്ടായുസും ഒക്കെ ആയിട്ട് നടന്നു എന്നൊക്കെ സുധാകരൻ മാഷ് അറുത്ത് മുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് മാഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം വിക്രം ഇങ്ങനെ ഞാൻ ചെയ്തതിനെ എല്ലാവരും എന്താ കുറ്റം പറയുന്നത്, എൻ്റെ ഭാഗം ഒന്ന് കേൾക്കാനെങ്കിലും, എൻ്റെ റീസൺ എന്താ ഇതിനുള്ള റീസൺ എന്ന് കേൾക്കാനെങ്കിലും ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിനായകനും വിഷ്ണുവും പറയുന്നത് അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം വിക്രം ഇങ്ങനെ ശ്രീജ പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഇങ്ങനെ അടിപിടി ഉണ്ടാക്കുമെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ ഒരു കാരണമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കേൾക്കാനുള്ള കാര്യം ഇങ്ങനെ ശ്രീജ പറയുമ്പോഴേക്കും കമലയും അതുപോലെ തന്നെ വിക്രമിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താടാ നടന്നതെന്ന് വെച്ചാൽ പറ, ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് ആകെ സമാധാനം വരുന്നത് അവർ രണ്ടുപേരുടെയും ആ സംസാരത്തിൽ നിന്നാണ് കേട്ടോ. പിറ്റേന്നാണെങ്കിൽ വിക്രം ഇങ്ങനെ കോളേജിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ MLA വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ MLA വിളിച്ച് വിക്രമിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ വിക്രം, ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നത്? സാർ എനിക്ക് എക്സാം ഉണ്ട്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് പോകണമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അങ്ങ് പോകല്ലേ, നീ കഴിഞ്ഞ ദിവസം വിക്രം വിജയിനെ അടിച്ചല്ലോ, അത് എന്താ കാരണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും സാർ അത് കോളേജിൽ കഞ്ചാവും മറ്റു പെൺകുട്ടികളെ ഉപദ്രവിച്ചത് ഞാൻ ചോദ്യം ചെയ്തതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അങ്ങ് പോകല്ലേ വിക്രം, നീ വിജയിനെ അടിച്ചതുകൊണ്ട് എനിക്കാണ് നഷ്ടം വന്നതെന്ന് പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അതെന്താ സാർ, നിങ്ങൾക്ക് എന്താണ് നഷ്ടം വരാമെന്ന് പറയുമ്പോഴേക്കും അവൻ വിജയില്ലേ, ഞാനാണ് അവന് കഞ്ചാവ് കൊടുത്ത് വിൽപ്പിക്കുന്നത്, അതെൻ്റെ ബിസിനസ്സാണ്. അപ്പോഴേക്കും സാർ അത് കോളേജിലൊക്കെ കുട്ടികളെ ഇങ്ങനെ കഞ്ചാവ് കൊടുത്ത് നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ സാറെന്ന് പറയുമ്പോഴേക്കും അത് ശരിയും തെറ്റുമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, ഇതെൻ്റെ ബിസിനസ്സാണ്, അത് കഞ്ചാവ് വിറ്റാൽ നല്ല പൈസ കിട്ടും, അത് അങ്ങനെയാണ് എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, സാർ ഇതൊരിക്കലും ശരിയല്ല, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്നെ വെറുതെ വിട്ടേര്, ഞാൻ പോവാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും MLA വീണ്ടും തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ആ വിജയ് ഉണ്ടല്ലോ അവനെ നീ അടിച്ചില്ലേ, അതിൽ പിന്നെ ഇനിയിപ്പോൾ അവനെ ആർക്കും ഒരു പേടിയും കാണില്ല, എൻ്റെ ബിസിനസ്സാണ് നീ നശിപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. നീ അവനെ തല്ലിയത് കൊണ്ട് നിനക്കിപ്പോൾ എന്തെങ്കിലും പ്രതിഫലം കിട്ടിയോ, നിനക്ക് വല്ല 1 കോടി രൂപയും മറ്റോ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, സാർ ഞാൻ ഒരിക്കലും ഒരു മെഡലോ പണമോ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ചെയ്തത്, എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യരുത്, അങ്ങനെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിന് പ്രതികരിച്ചതെന്നിങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും MLA പറയുന്നുണ്ട്, നിനക്ക് ഉറക്കം വരാതിരിക്കോ വരുന്നതൊന്നും എൻ്റെ വിഷയമല്ല, എന്നാൽ എൻ്റെ ബിസിനസ്സാണ് നീ നശിപ്പിച്ചത്, ഇനിയിപ്പോൾ ഒരു ദിവസം 5-6 കിലോ കഞ്ചാവ് വരെ വിജയ് വിൽക്കുന്നതാണ്, ഇതിനെല്ലാം നഷ്ടം ആര് സമാധാനം പറയുന്നിങ്ങനെ വീണ്ടും MLA ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ് കേട്ടോ വിക്രമിനോട്. അങ്ങനെ MLA പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ആ വിജയിനെ ആർക്കും ഒരു ഭയവും ഉണ്ടാവില്ല, നിന്നെ ഇനിയിപ്പോൾ ഈ കോളേജിൽ എല്ലാവർക്കും ഭയങ്കര ഭയമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഒരിക്കലും ഭയമല്ല സാർ, ബഹുമാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അത് അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ് വിക്രം, നിന്നെ അവരെല്ലാവരും ഒരു വലിയ ഗുണ്ടയെ അടിച്ച് വീഴ്ത്തിയ നിന്നെ എല്ലാവരും ഭയത്തോടു കൂടിയേ കാണൂ, ഇനിയിപ്പോൾ എനിക്ക് കഞ്ചാവ് വിൽക്കാൻ നീയാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത്, അപ്പോൾ നീ എനിക്ക് ഡെയിലി ഒരു 5 കിലോ കഞ്ചാവ് വിറ്റ് തരണം, നിനക്ക് നല്ല പൈസയും ഒരു ദിവസം 10,000 രൂപ വരെ ഞാൻ നിനക്ക് പൈസ കൂട്ടിത്തരാം, നീ കൂടുതലായിട്ട് കഞ്ചാവ് വിറ്റിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റും തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നേതാവായിട്ടുള്ള ആളാണ് സാർ, നിങ്ങളെ എനിക്ക് എന്നും റെസ്പെക്റ്റ് ആണ്, അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ ഒരു വിദ്യാർത്ഥിയോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും MLA പറയുന്നുണ്ട്, വിക്രം നീ അല്ലാതെ ഇനി എൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ല, നീ ഇപ്പോൾ നമ്മൾ ബിസിനസ്സാണ് സംസാരിക്കുന്നത്, നിനക്ക് ഒരു മാസം 3 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയും, ഡീൽ ഓക്കെ ആണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, എന്നെ വെറുതെ വിട്ടേക്ക് സാർ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും MLA പറയുന്നുണ്ട്, വിക്രം നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശരി സാർ കാണാമെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം പിന്നീടായിട്ട് എക്സാമിന് പോകുന്ന സമയത്ത്
വിജയ് ഇങ്ങനെ വിക്രമിനെ പകരം വീട്ടാനായിട്ട് നടക്കുകയാണല്ലോ. അങ്ങനെ വിക്രം വാഷ്റൂമിൽ പോകുന്ന സമയത്ത് വിക്രമിന്റെ ബാഗിൽ ആരും കാണാതെ കഞ്ചാവ് പൊതി കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന വിക്രമിനെ എന്നിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യുന്നുണ്ട്. വിക്രം ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് എത്തി വിക്രമിന്റെ ബാഗ് പരിശോധിക്കുകയും അതിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയെന്നും പറഞ്ഞിട്ട് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയും ചെയ്യുകയാണ് കേട്ടോ.